ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ അന്വേഷണം സിനിമാ മേഖലയിലേക്കും. ശ്രീനാഥ് ബാസി, ഷൈൻ ടോം ചാക്കോ എന്നിവർക്ക് 5 ദിവസത്തിനുള്ളിൽ ചോദ്യം ചെയ്യലിനായി നോട്ടീസ് അയക്കും. 2 നടന്മാർക്ക് ലഹരി കൈമാറിയെന്ന് പ്രതികൾ മൊഴി നൽകിയിരുന്നു. കേസിലെ 3 പ്രതികളെ ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. മനീഷ് മഹിവാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മനീഷ്, ഈ സിനിമാ മേഖലയിലെ ചില നടന്മാർ രാസലഹരി ഉപയോഗിക്കുന്നവരാണ് എന്ന ഷൈൻ ടോം ചാക്കോയുടെ മൊഴി, അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള വിവരശേഖരണം. മറ്റൊന്ന് ഈ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടാണ്. അതിലെ പ്രതികൾക്ക് ചില നടന്മാരുമായി ബന്ധമുണ്ട് എന്നുയർന്നു വന്ന ആക്ഷേപം, അതിൽ പിന്നീട് നടന്ന അന്വേഷണം. എന്താണ് സംഭവിക്കുന്നത് മനീഷ് മഹിവാൽ? ശ്രീജിത്ത്, ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പിടിയിലായ തസ്ലീമ സുൽത്താൻ ആദ്യം തന്നെ എക്സൈസിന് കൊടുത്ത മൊഴി തനിക്ക് സിനിമാ മേഖലയിലെ 2 നടന്മാരുമായി ബന്ധമുണ്ട്, 8 വർഷത്തോളമായി ബന്ധമുണ്ട്, ഇവർക്ക് പലതരത്തിൽ താൻ ലഹരി കൈമാറിയിട്ടുണ്ട്, ഒപ്പം തന്നെ ഇവരുടെ ഫോൺ പരിശോധനയിൽ നിന്നും പെൺവാണിഭം അടക്കം സിനിമാ മേഖലയിൽ തസ്ലീമ സുൽത്താനെ നടത്തിയിട്ടുണ്ട് എന്നതിലുള്ള മൊഴികളും ഒപ്പം തന്നെ തെളിവുകളും എക്സൈസിന് ലഭ്യമായി. പക്ഷേ ഇത് സംബന്ധിച്ച് കൃത്യമായ നാർക്കോട്ടിക്സ് കേസുകളിൽ കൃത്യമായ തെളിവ് ശേഖരണത്തിന് വേണ്ടിയിട്ടാണ് എക്സൈസ് പക്ഷേ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടി ഫോൺ അയച്ചത്. ഇപ്പോൾ കസ്റ്റഡിയിൽ ഈ 3 പ്രതികൾ, നിലവിൽ തസ്ലീമ സുൽത്താന, ഇവരുടെ സഹായി ഫിറോസ്, പിന്നീട് ഇതിന്റെ മുഖ്യ സൂത്രധാരൻ വിദേശത്ത് നിന്ന് ഈ ഹൈബ്രിഡ് കഞ്ചാവ് രാജ്യത്തേക്ക് എത്തിച്ച സുൽത്താൻ, ഇത് തസ്ലീമ സുൽത്താനയുടെ മുൻ ഭർത്താവാണ്. അങ്ങനെ 3 പേരുടെ ഇന്ന് കസ്റ്റഡിയിൽ വെച്ച് അവരെ വിശദമായി ചോദ്യം ചെയ്യും. അപ്പോഴാണ് ഈ നടന്മാരുമായി എന്താണ് ഇവർക്കുള്ള ബന്ധം, ഈ തസ്ലീമ പറയുന്നത് മുഴുവൻ ശരിയാണോ, ഈ ഫോൺ പരിശോധനയിൽ നിന്നും ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഏത് വിധത്തിലുള്ള ട്രാൻസാക്ഷനാണ് ഇവർ തമ്മിൽ നടത്തിയിട്ടുള്ളത്. 8 വർഷത്തോളമായി പരിചയമുണ്ടെന്ന് പറയുന്നത്, പക്ഷേ ഫോണിൽ നിന്നും പിടിച്ചെടുക്കാൻ സാധിച്ചത് ഏതാനും മാസങ്ങൾ മുൻപ് വരെ ഇവർ സംസാരിച്ചിട്ടുള്ളതാണ്. ശ്രീനാഥ് ബാസിയുടെ പെൺസുഹൃത്തിന്റെ പേരിലുള്ള ഒരു ഫോൺ നമ്പറിലേക്ക് നിരന്തരം തസ്ലീമ വിളിച്ചിരുന്നു എന്നൊക്കെ തന്നെ എക്സൈസിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ പെൺവാണിഭവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെ എക്സൈസ് പോലീസിന് കൈമാറും. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ 2 നടന്മാരും എക്സൈസ് കൂടി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നോട്ടീസ് അടുത്ത ദിവസം തന്നെ അയക്കും. 14 ദിവസത്തിനുള്ളിൽ ഹാജരാക്കാനുള്ള നോട്ടീസ് അയക്കും. ഈ 3 പ്രതികളെയും ചോദ്യം ചെയ്യുന്നത് വെവ്വേറെ ആയിരിക്കും. ഒപ്പം തന്നെ ഇവരെ പാർപ്പിച്ചത് 3 ജയിലുകളിലായിട്ടാണ്. നിലവിൽ ആലപ്പുഴ കോടതിയിൽ ഈ സുൽത്താനെ ഒപ്പം തന്നെ ഫിറോസിനെ എത്തിച്ചിട്ടുണ്ട്. ഇനി എത്തിക്കാനുള്ള തസ്ലീമ മാത്രമാണ്. തസ്ലീമ മാവേലിക്കരയിലെ സ്ത്രീകളുടെ പ്രത്യേക ജയിലിലാണുള്ളത്, അവിടെ നിന്ന് കൊണ്ടുവരും. ചോദ്യം ചെയ്യുന്നതും 3 പേരെയും 3 ആയി തന്നെ ചോദ്യം ചെയ്ത് എന്താണ് ഇതിന്റെ ചുരുൾ, ഒപ്പം തന്നെ ഈ ഹൈബ്രിഡ് കഞ്ചാവ് 6 കിലോ കൊണ്ടുവന്നതിൽ ബാക്കി അവശേഷിക്കുന്ന 3 കിലോ ആർക്കാണ് വിറ്റത് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ സിനിമാ മേഖലയിൽ ഈ 2 നടന്മാർ മാത്രമാണ് ഉള്ളത്. കാരണം തസ്ലീമ കഴിഞ്ഞ 8 വർഷത്തോളമായി മലയാള സിനിമയിലുണ്ട്. പഴയ കല സിനിമകളിലൊക്കെ തന്നെ മുഖം കാണിക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 നടന്മാരിൽ ഒതുങ്ങുന്നതല്ല ഇവരുടെ ഒരു റാക്കറ്റ്. ഇവർക്ക് പെൺവാണിഭവും ഈ പറയുന്ന ലഹരി വിപണനവും ഒക്കെ തന്നെ മറ്റു നടന്മാരിലും സീരിയൽ മേഖലയിലടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഉണ്ട് എന്ന് എക്സൈസിനുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ച് നാർക്കോട്ടിക് കേസുകളിൽ തെളിവില്ലാതെ പ്രതികളെ കോടതിയിൽ കൊണ്ടുവരുന്നത് പോലും പ്രതികൂലമായി ബാധിക്കുന്നത് കൊണ്ടാണ് ഇത്തരം കേസുകളിൽ കൃത്യമായ തെളിവ് ശേഖരണം നടത്തിയ ശേഷമാണ് ഇപ്പോൾ കസ്റ്റഡി പോലും കൊടുക്കുന്നത്. ഇനി ഈ ചോദ്യം ചെയ്യൽ എക്സൈസിനെ സംബന്ധിച്ച് വലിയ നിർണായകമാണ്. കാരണം ഈ ചോദ്യം ചെയ്യൽ എത്രത്തോളം ഈ പ്രതികൾ സഹകരിക്കുന്നു എന്നതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ ആ രീതിയിൽ അവരെ കൊടുക്കുന്ന ചോദ്യങ്ങളുമായി എക്സൈസിന് വലിയ ചോദ്യാവലി തയ്യാറാക്കിയിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ എത്രത്തോളം പ്രതികരിക്കും എന്നതുകൂടി കാണണം. എന്താണെങ്കിൽ അല്പസമയത്തിനകം തന്നെ ആലപ്പുഴ എക്സൈസിന്റെ കൈവശം, അല്ലെങ്കിൽ കസ്റ്റഡിയിലേക്ക് ഈ 3 പ്രതികളെയും ഇടും. ആലപ്പുഴ അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാറാണ് അന്വേഷണ ചുമതല. ഒപ്പം തന്നെ സംസ്ഥാനത്തെ എക്സൈസ് കമ്മീഷണർ മഹിവാൽ യാദവ് കൂടി ഇന്ന് ആലപ്പുഴ എക്സൈസ് ആസ്ഥാനത്തെത്തി പ്രതികളെ നേരിട്ട് കാണുകയും ഈ അന്വേഷണത്തിന്റെ പുരോഗതിയെ സംബന്ധിച്ച് അദ്ദേഹം നേരിട്ട് അറിയുകയും ചെയ്യുന്നുണ്ട്. ശരി, മനീഷ് മഹിവാൽ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് ശ്രീനാഥ് ബാസി, ഷൈൻ ടോം ചാക്കോ എന്നിവർക്ക് 5 ദിവസത്തിനുള്ളിൽ ചോദ്യം ചെയ്യലിനായി നോട്ടീസ് നൽകും എന്നുള്ളതാണ് ലഭ്യമായിരിക്കുന്ന വിവരം. 2 നടന്മാർക്ക് പുറമെ മറ്റാരെങ്കിലും ഈ തസ്ലീമ സുൽത്താനയുമായി ബന്ധപ്പെട്ട് ലഹരി ഇടപാട് നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലേക്കും അന്വേഷണ സംഘം അവരുടെ അന്വേഷണം കൊണ്ടുപോകുന്നുണ്ട്. മനീഷ് മഹിവാൽ ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.